തലസ്ഥാന നഗരം ഇന്നേറെ മാറിയിരിക്കുന്നു. ആകാശം മുട്ടിനിൽക്കുന്ന കെട്ടിട സമുച്ചയങ്ങൾ, തിരക്കേറിയ നിരത്തുകൾ, നിയന്ത്രണാതീതമായ വാഹനബാഹുല്യം, നഗരത്തിന്റെ സുഖം തേടി ജീവിതത്തിന്റെ സ്വപ്നങ്ങളുമായി തള്ളിക്കയറി വരുന്നൊരു ജനവിഭാഗം, ഒരു കുടക്കീഴിൽ എല്ലാം നൽകുന്ന സൂപ്പർ മാർക്കറ്റുകൾ, ഉപഭോഗ സംസ്കാരം വളർത്തുന്ന ഭക്ഷണശാലകൾ. അതെ, മലയാളിയുടെ ജീവിതം മാറുകയാണ്. തിങ്ങിപ്പാർക്കുന്ന ജനത്തിന് മാലിന്യ സംസ്കരണത്തിന് ഇടമില്ലാതായി. കേരളത്തിലെ നഗരങ്ങൾ മാലിന്യ കൂമ്പാരങ്ങളായി മാറി. മാലിന്യ സംസ്കരണം എന്ന നീറുന്ന പ്രശ്നത്തിന് പ്രതിവിധിയുമായി തിരുവനന്തപുരം നഗരസഭയും കുടുംബശ്രീയും കൈകോർത്ത് രൂപം കൊടുത്ത പദ്ധതിയാണ് ക്ലീൻ വെൽ പദ്ധതി. മാലിന്യ വിമുക്ത തലസ്ഥാന നഗരം എന്ന സ്വപ്നം യാഥാർത്ഥ്യത്തിലോട്ടടുക്കുമ്പോൾ അതിനു പിന്നിലെ അധ്വാനത്തിന്റെയും വിയർപ്പിന്റെയും കഥ പറയുകയാണിവർ. നഗരത്തിലെ സോളിഡ് വേസ്റ്റ് ഡിസ്പോസൽ, കളക്ഷനും ഡിസ്പോസലും ഒരു വലിയ വിഷയമായി വന്നപ്പോഴാണ് നഗരസഭ ഇങ്ങനൊരു പ്രോജക്റ്റിനെ കുറിച്ച് ആലോചിക്കുന്നത്. അപ്പം ഈ പ്രവർത്തനങ്ങളിൽ പ്രവൃത്തിയിൽ പങ്കെടുക്കുന്ന പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ മിക്കവാറും എല്ലാ സ്ത്രീകളും ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള വിഭാഗത്തിലെ പാവപ്പെട്ടാണ്. പുലർച്ചെ തന്നെ തുടങ്ങുന്നു ഈ സ്ത്രീകളുടെ ശുചീകരണ പ്രവർത്തനങ്ങൾ. വീടുകളിൽ നിന്നും ഹോട്ടലുകളിൽ നിന്നും ഫ്ളാറ്റുകളിൽ നിന്നും മാലിന്യങ്ങൾ ശേഖരിക്കുന്നത് മുതൽ ഈ നഗരം ശുചിയായി എന്ന് ഉറപ്പുവരുത്തുന്നതുവരെ ഇവരുടെ പ്രവർത്തനം അവസാനിക്കുന്നില്ല. ക്ലീൻവെൽ പദ്ധതി തലസ്ഥാന നഗരത്തിന് പരിചയപ്പെടുത്താൻ മുൻകൈയെടുത്ത തിരുവനന്തപുരം നഗരസഭ ഹെൽത്ത് ഓഫീസർ ഡോക്ടർ ശ്രീകുമാർ. ക്ലീൻവെൽ പ്രോജക്റ്റ് ഒരു കൺസെപ്റ്റാണ്, കൃഷിയുടെ കൺസെപ്റ്റ് 10 വനിതകൾ ചേർന്നുള്ള സ്വയം തൊഴിൽ സംരംഭം ആരംഭിക്കുന്ന ഒരു കൺസെപ്റ്റ്. സെൻട്രൽ ഗവൺമെൻറ് ഒരു സ്കീമിനെ ബേസ് ചെയ്തിട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ ഇതൊരു സെൽഫ് എംപ്ലോയ്മെൻറ്റ് വെഞ്ചർ. ഞങ്ങളോട് അന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ 10 പേര് 15 പേര് വേണമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ലോണ് 3 ലക്ഷം രൂപ ലോണ് കിട്ടണമെങ്കിൽ 15 പേര് വേണമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ 15 പേര് സംഘടിപ്പിച്ച് 15 ആയിട്ട് തുടങ്ങി കോർപ്പറേഷനിൽ പോയി എഴുതിയൊക്കെ കൊടുത്ത്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് 3 ദിവസത്തെ ക്ലാസ് ഉണ്ടായിരുന്നു. ശാസ്തമംഗലത്ത് വെച്ചായിരുന്നു 3 ദിവസത്തെ ക്ലാസ്സിൽ പിന്നെ പ്രധാനമായിട്ടും പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഓരോ വീടുകളിൽ കയറി ചെല്ലുന്ന സമയത്ത് പരിസരം വീക്ഷിക്കുക, വീടിനകത്ത് കയറി പോവാതിരിക്കുക. ചിലർ വീടിന്റെ ബാക്കിലാണ് വേസ്റ്റ് വെക്കുന്നത്, അപ്പം ബാക്കിൽ പോയി വേസ്റ്റ് എടുക്കാതിരിക്കുക, ഫ്രണ്ടിൽ തരാൻ പറയണം. പിന്നെ അവരോട് പെരുമാറുന്ന രീതി, ഇങ്ങനെയൊക്കെ ഒരുപാട്. പിന്നെ അപകടം പിടിച്ച സാധനങ്ങൾ എടുക്കാതിരിക്കുക, വേസ്റ്റ് മാത്രം, വേസ്റ്റ് പ്ലാസ്റ്റിക്, ഇങ്ങനെയുള്ള 2 തരം തിരിച്ച് തന്നെ എടുക്കണം. ഇങ്ങനെ ഒരുപാട് ക്ലാസ്സുകൾ. നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിനായി പരിസര ശുചിത്വം ഉറപ്പാക്കുന്ന ഇവർക്ക് നേരിടേണ്ടി വരുന്നത് നിരന്തരമായ രോഗഭീഷണികളാണ്. ആരോഗ്യ പ്രശ്നമേ ഉള്ളൂ. ഗ്ലൗസ് ഇടാതെ ചെയ്യുന്നതെന്ന് വെച്ചാൽ കൈ ചൊറിച്ചില്. പിന്നെ ഇപ്പൊ നമ്മളെല്ലാം എല്ലാരും ഒന്ന് പ്രാക്ടീസ് ആയി. കാരണം വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ചെറിയ ചൂടുവെള്ളത്തില് ഡെറ്റോളോ എന്താണെങ്കിലും ഒക്കെ ഒഴിച്ച് അങ്ങനെയൊക്കെ ചെയ്യും. മിക്കവാറും ഉള്ളവർ ചെയ്യും. കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് പിന്നെ ജോലിയുണ്ട്. ഭയങ്കര ചൊറിച്ചിലും വീട്ടിലെ പണികളൊക്കെ പിന്നെ ഞങ്ങളല്ലേ ചെയ്യേണ്ടത്. നമ്മുടെ ആരോഗ്യം നോക്കണം, നമ്മുടെ പിള്ളേരെ ആരോഗ്യം അത് ബാധിക്കൂലേ. ഇൻസുലിൻ ഇഞ്ചക്ഷൻ വീടുകളിൽ വെച്ച് ചെയ്യുന്നവരുണ്ട്.
അതൊക്കെ ഭയങ്കര പ്രശ്നമാണ്. അതൊക്കെ അസുഖങ്ങളാണെന്ന് നമുക്കറിയാൻ പറ്റും. ഇന്നലെ കാലിൽ ആ സൂചന തട്ടിയപ്പോ ഇതില് ചെരുപ്പിന്റെ അടി കൂടി പൊത്ത് കയറി. ഇൻസുലിൻ പൊത്ത് ഹോസ്പിറ്റലൊന്നും കൊണ്ട് കാണിച്ചില്ല. സ്ത്രീകൾക്ക് എല്ലായിടത്തും തുല്യ പദവി നൽകണമെന്ന് വാദിക്കുന്നവർ ഈ പാവം സ്ത്രീകൾക്ക് വസ്ത്രം മാറാനോ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാനോ സ്ഥലമില്ല എന്നത് ഓർക്കുക പോലും ചെയ്യുന്നില്ല. ഇവിടുത്തെ സൗകര്യം സാറേ, ഒന്നാമത്തെ കാര്യം നമുക്ക് സാരി ഉടുക്കാൻ ഇതില്ല. ആ വീട്ടിലെ ഗ്യാസ് പൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് റോഡിൽ നിന്നാണ് സാരി ഉടുക്കാൻ. ഒന്നത്. രണ്ടാമത്തേത് നമുക്ക് ഒന്നിനൊന്നും പോകണമെങ്കിൽ പറ്റില്ല. നമ്മൾ ഈ കാട്ടിൻ്റെ ഇടയിലോട്ടാണ് പോകുന്നത്. പിന്നെ അങ്ങനെ ഈ വെള്ളം ഏറ്റവും ഇവിടുന്ന് വേറെ എങ്ങോട്ടെങ്കിലും എത്തിട്ടേ കഴുകാനുള്ള ഒരു സൗകര്യം കിട്ടിയെങ്കിൽ ഇത് കൈയെല്ലാം നാറ്റവും ചൊറിച്ചിലും. ഇനി ഇത് സോപ്പിട്ട് കഴിയാലും നമുക്ക് ബസ്സിൽ കയറിപ്പോകാൻ ഭയങ്കര പാടായിരിക്കും. അത് ഈ 6 മാസം കൂടുമ്പോഴേ ഇഞ്ചക്ഷൻ എങ്കിലും തന്നിരുന്നു. പക്ഷെ എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാവർക്കും എന്തെങ്കിലും ഒരു പനി തന്നെ വന്നു കഴിഞ്ഞാൽ 2 ആഴ്ച കഴിയാതെ മാറില്ല. ശരിക്കും ആരോഗ്യം തിരിച്ചു കിട്ടണമെങ്കിൽ ഒരു 2 ആഴ്ചയെങ്കിലും റെസ്റ്റ് എടുത്തേ മാറും. കാരണം 2 ആഴ്ച ഞങ്ങൾക്ക് റെസ്റ്റ് എടുത്താൽ ഞങ്ങൾ ജോലി ആര് ചെയ്യും? നമ്മുടെ പരിസരം മലിനരഹിതമായി സൂക്ഷിക്കുവാൻ പകലന്തിയോളം പണിയെടുക്കുന്നവർ എങ്ങനെയാണ് നാം അവരെ നോക്കിക്കാണുന്നത്? ചെന്ന് ബെല്ലടിക്കുമ്പോൾ ചിലപ്പോൾ ഒരു കുട്ടിയായിരിക്കും വന്ന് അമ്മ വേസ്റ്റ് സ്റ്റാൻഡിൽ വന്ന്, അല്ലെങ്കിൽ മമ്മി വേസ്റ്റ് സ്റ്റാൻഡിൽ വന്ന്, ഇങ്ങനെയാണ് അവർ വിളിച്ച് പറയുന്നത്. കൊച്ചു കുട്ടികളാണ്, അവർക്ക് അറിയത്തില്ല. അപ്പം മുതിർന്ന നിങ്ങളാണ് പറഞ്ഞു കൊടുക്കാൻ. മീനും കൊണ്ടാണ് വരുന്നത്, അതുകൊണ്ട് അവരെ മീൻ കാര്യം എന്ന് വിളിക്കുന്നത്. ഏത് ജോലി ചെയ്യുന്നത് മാന്യമായിട്ട് ചെയ്യുന്ന ഏത് ജോലിയും നല്ലത് തന്നെ. അതിപ്പോ വേസ്റ്റ് എടുക്കുന്നതായാലും ശരി തന്നെ, വീട്ടു ജോലി ആയാലും ശരി തന്നെ, വേറൊരു ജോലി ആയാലും ശരി തന്നെ. നിങ്ങൾക്ക് ഇത്ര അറിവും വിദ്യാഭ്യാസമുള്ള നിങ്ങൾ എന്തുകൊണ്ട് ആ കൊച്ചുകുട്ടിയാണ് അതിനറിയത്തില്ല, പറഞ്ഞു കൊടുക്കണം. മോളെ എന്റെ പേര് ഷീല എന്നാണ്, ഷീല ആന്റി എന്നോ അല്ലെങ്കിൽ വേസ്റ്റ് എടുക്കാൻ വരുന്നെന്നോ പറയാ, അല്ല വേസ്റ്റ് എന്ന് വിളിക്കാൻ. തലസ്ഥാന നഗരം ഇന്ന് മലിനവിമുക്തമായിരിക്കുന്നു. നമ്മുടെ നഗരത്തെ സുന്ദരമാക്കാൻ ഈ സ്ത്രീകളുടെ കൂട്ടായ്മയ്ക്ക് സാധിച്ചിരിക്കുന്നു. ഇന്ന് ഇന്ത്യയിലെ വൺ ഓഫ് ദ ക്ലീനസ്റ്റ് സിറ്റിയാണ്. ഇന്ത്യയിലെ ഏറ്റവും നല്ല സിറ്റി ശുചീകരണത്തിന്റെ കാര്യത്തിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ നല്ല സിറ്റി എന്ന നിലയിലുള്ള അവാർഡ് ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് തിരുവനന്തപുരം നഗരസഭയ്ക്ക് കിട്ടിയെങ്കിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രെഡിറ്റ് പോകുന്നത് ഈ പാവപ്പെട്ട സ്ത്രീകളടങ്ങുന്ന ഗ്രൂപ്പുകൾക്കാണ്. പിള്ളേരുടെ സ്കൂൾ ആവശ്യങ്ങൾക്കായാലും ഇപ്പൊ നമ്മുടെ ആവശ്യത്തിനായാലും ഭർത്താവും കൊണ്ടുവരുന്നത് നോക്കിയിരിക്കേണ്ട കാര്യമില്ല. നമ്മുടെ കയ്യിൽ കാശുണ്ടെങ്കിൽ അപ്പൊ അതുപോലെ തന്നെ അവർക്ക് ഭർത്താവിന് കൂലിപ്പണിക്കാരാണ് എന്നും ജോലി കാണും. അപ്പൊ 1-2 ദിവസം ജോലി ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ കാശുണ്ടെങ്കിൽ വീട്ടില് പട്ടിണിയില്ലാതെ പിള്ളേരുടെ കാര്യങ്ങൾ നടക്കും. അതുകൊണ്ടാണ് അങ്ങനെ നമുക്ക് അങ്ങനെ കാശ് വരുന്ന നമ്മുടെ കാര്യങ്ങൾ ഒരുവിധം ഓടിപ്പോകുന്നത് കൊണ്ടാണ് നമ്മുടെ ആരോഗ്യം പോലും ശ്രദ്ധിക്കാതെ, ആരോഗ്യത്തിന് ആരും ഒന്നും ഒരു ശ്രദ്ധയും തരുന്നില്ലെങ്കിലും ഞങ്ങൾ ഈ ജോലിയിൽ തുടരുന്നത്. ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങൾക്ക് മാതൃകയാക്കാൻ സാധിക്കുന്ന തരത്തിൽ ക്ലീൻവെൽ പദ്ധതി 3 വർഷം പിന്നിടുമ്പോൾ ഇതിനു പിന്നിൽ വിയർപ്പൊഴുക്കിയ സ്ത്രീകളുടെ ആരോഗ്യം ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു. കോരിരുട്ടിന്റെ കിടാത്തിയെന്നാൽ സൂര്യപ്രകാശത്തിനുറ്റ തോഴി ചീത്തകൾ കൊത്തി വലിക്കുകിലുമേറ്റവും വൃത്തി വെടിപ്പെഴും നോൾ. കാക്ക നീ ഞങ്ങളെ സ്നേഹിക്കലും കാക്കണം സ്വാതന്ത്ര്യമെന്നറിവോൾ. കാക്ക നീ ഞങ്ങളെ സ്നേഹിക്കലും